മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഓരോ വ്യക്തികളിലും ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ ഉണർത്താൻ എങ്ങനെയൊക്കെയാണ് സാധിക്കുക എന്ന് പറഞ്ഞു തരുന്ന ശാസ്ത്രമാണ് രാമായണം ആകുന്ന ആധ്യാത്മിക ശാസ്ത്രം. ഇവിടെ നമ്മൾ സുന്ദരകാന്ഡത്തിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. സുന്ദരകാന്ഡം ഒരു ദൂതന്റെ യാത്രയാണ്. ഹനുമാൻ സ്വാമി സീതാന്വേഷണത്തിന് വേണ്ടി ലങ്കയിലേക്ക് പോകുന്നതും സീതാദേവിയെ കണ്ടെത്തി തിരിച്ച് രാമനെ വിവരമറിയിക്കുന്നതുമായിട്ടുള്ളൊരു കാണ്ഡമായതുകൊണ്ടായിരിക്കാം നഷ്ടപ്പെട്ടുപോയ മുതൽ തിരിച്ച് വീണ്ടെടുത്ത് അത് ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും അത് വീണ്ടെടുക്കാൻ വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഈ കാണ്ഡത്തിന് സുന്ദരകാന്ഡം എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതം എപ്പോഴാണത്രേ സുന്ദരമായി തീരുക. ഒരു വ്യക്തിയുടെ ജീവിതത്തെ സൗന്ദര്യമാക്കുന്നത് എന്താണ്? സാധാരണ നമ്മൾ സൗന്ദര്യം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. തോലിന്റെ നിറവും ശരീരത്തിന്റെ ആകൃതിയും അതുപോലെ തന്നെ അങ്ങനെ ബാഹ്യമായിട്ടുള്ള ചിലതും പിന്നെ ചില പെരുമാറ്റങ്ങളും കഴിവുകളും അറിവുകളും അതൊക്കെയാണ് ഒരു വ്യക്തിയെ സുന്ദരമാക്കുന്നതെന്നാണ് ഇന്ന് ലോകം ധരിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഫെയർ, എങ്ങനെയിരിക്കണം ഭാര്യ, എങ്ങനെയിരിക്കണം കഴിവ്, ഇതൊക്കെ ഉണ്ടായിരിക്കണം, ഇതൊക്കെ പറയുന്നത്. രാമായണം കുറേയും കൂടി സൂക്ഷ്മമായ ആധ്യാത്മിക തത്വങ്ങളെ കാണിച്ചു തരുന്ന ശാസ്ത്രമാണ്. അതുകൊണ്ട് പറഞ്ഞു, ജീവിതം സുന്ദരമാവണമെങ്കിൽ അത് കേവലം ശാരീരിക തലത്തിലല്ല സുന്ദരമാകുന്നത്, പിന്നീടോ അത് കുറെ കൂടി ആന്തരികമായിട്ടാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന അനുഭവങ്ങളെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനുമുള്ള കഴിവുണ്ടെങ്കിൽ, ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചതിനെ നേരിടാനുള്ള കഴിവുണ്ടെങ്കിൽ, പെരുമാറ്റം കൊണ്ട് മറ്റൊരാളെ സന്തോഷിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ജീവിതത്തിൽ ഭയത്തിൽ നിന്നും മുക്തനാവാനുള്ള കഴിവുണ്ടെങ്കിൽ, സകല ദുഃഖത്തിൽ നിന്നും ഉയരാനുള്ള കഴിവുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോളം ജീവിതം സുന്ദരമായി തീരുന്നുണ്ട് എന്ന്. അതുകൊണ്ട് നമ്മുടെ പൂർവികന്മാര് ജീവിതത്തിന്റെ സൗന്ദര്യം അത് നിശ്ചയിച്ചത് ശരീരത്തിന്റെ സൗന്ദര്യമല്ല, മനസ്സിന്റെ സൗന്ദര്യമാണ്. ഉൾക്കൊള്ളുക, അഭിമുഖീകരിക്കുക, ഉയർന്ന് ഏത് കാര്യത്തിലും ഉയർന്ന സമീപനത്തോടുകൂടി കടന്നു പോവുക. ഇതുണ്ടോ ജീവിതം സുന്ദരമായി തീർന്നു. ബാഹ്യമായി എന്തുണ്ടായിട്ടും മാനസികമായി തളർന്നൊരു വ്യക്തിയാണെങ്കിൽ അല്ല, ജീവിതത്തെ സുന്ദരമായൊരു ജീവിതമായിട്ടല്ല രാമായണം കാണുന്നത്. ഇവിടെ നമുക്ക് കാണാം, അങ്ങനെ നമുക്ക് സൗന്ദര്യമാക്കാൻ സാധിക്കാത്തതിന് എന്താണ് കാരണം? പറയുന്നു, പലപ്പോഴും പലതിനെയും ഉൾക്കൊള്ളാനും നേരിടാനും സാധിക്കാത്തതിന് കാരണം അതിനുള്ള ശക്തി നമുക്ക് ഇല്ല എന്നുള്ളൊരു തോന്നലാണ്. പലപ്പോഴും നമ്മളെ തന്നെ തളർത്തിയിരിക്കുന്നത് കൊണ്ട്, ആ തളർത്താനുള്ള കാരണം കുട്ടിക്കാലം മുതലേ പലരെയും ആശ്രയിച്ച് ജീവിച്ചതുകൊണ്ട് നമ്മുടെ ഉള്ളിലൊരു ധാരണ, നാം ആശ്രയിച്ചവര് നമുക്ക് നഷ്ടപ്പെടുകയോ നമ്മളെ വേദനിപ്പിക്കുകയോ ചെയ്താൽ എനിക്കതൊന്നും ഉൾക്കൊള്ളാനുള്ള, തരണം ചെയ്യാനുള്ള കഴിവില്ല, ശക്തിയില്ല എന്ന് നമ്മൾ നല്ലവണ്ണം ഉറപ്പിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കാത്തിടത്തോളം കാലം ജീവിതത്തെ സുന്ദരമാക്കാൻ ഒരിക്കലും സാധ്യമല്ല. അപ്പൊ ഹനുമാൻ സ്വാമിയുടെ ലങ്കയിലേക്കുള്ള ചാട്ടമുണ്ടല്ലോ, 4 കാര്യങ്ങൾ നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് ഉപാസന എന്ന് പറയുന്നത്. ഒന്നാമത്തത് ശരീരശക്തിയും, രണ്ടാമത്തത് പ്രാണശക്തിയും, മൂന്നാമത്തത് മനോശക്തിയും, നാലാമത്തത് ബുദ്ധിശക്തിയും സമന്വയിപ്പിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അയാൾക്ക് തന്റെ ഉള്ളിൽ ശക്തി കണ്ടെത്താം. കേട്ടോ? മനസ്സിലായോ? ശരീരശക്തി, പ്രാണശക്തി, മനഃശക്തി, ബുദ്ധിശക്തി. ഇതിനെ സിങ്ക്രണൈസ് ചെയ്യുക എന്ന് പറയും, ട്യൂൺ ചെയ്യുക എന്ന് പറയും.
ഇപ്പൊ ഇതൊരു ട്യൂണിങ്ങിലല്ല പോകുന്നത്. ഇതിനെ നമ്മൾ ഒരേ ലൈനിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ നമ്മുടെ ശക്തിയെ നമുക്ക് ഉണർത്താൻ, ഉയർത്താൻ സാധിക്കും. ഏതുപോലെ നമ്മൾ തീ കൊളുത്തുന്ന സമയത്ത്, വിറകൊക്കെ കൂട്ടി തീ കൊളുത്തുന്ന സമയത്ത്, തീ കൊളുത്തിയാലും ചിലപ്പോ തീ അതിൽ പിടിച്ചിട്ടുണ്ടാവാം, പക്ഷെ അത് കത്തി പിടിക്കില്ല. അപ്പൊ എന്ത് വേണം? ഉണങ്ങിയ വിറക് വെച്ച് അതിന് പറ്റിയ സാധനങ്ങൾ, ഈ ഓല തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കും നമ്മൾ. എന്നിട്ട് ആദ്യം കത്തിപ്പിടിക്കാൻ പറ്റിയ പേപ്പറോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച്, വിറകൊക്കെ വെച്ച്, എന്നാൽ കെട്ടാലും നമ്മൾ പതുക്കെ ഊതി ഊതി അങ്ങനെ ആ അഗ്നിയെ ജ്വലിപ്പിച്ച് ആ അഗ്നി ക്രമേണ വിറകിലേക്ക് പിടിച്ച് പിന്നെ അതാണ് കത്തി. ഒരിക്കൽ കത്തിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കത്തിക്കൊള്ളും. ശക്തി വന്നു എന്നർത്ഥം. അപ്പൊ അഗ്നി ഉണ്ടെങ്കിലും അതിന് തുടക്കത്തിലൊരു ശക്തി ഉണ്ടാവാത്തതുപോലെ നമ്മളും ഒന്ന് ജ്വലിപ്പിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് ജ്വലിപ്പിക്കുക? അതിനാണ് ശരീരശക്തിയെ ഉണർത്താനാണ് നമ്മളോട് കൈകളെല്ലാം, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിന്റെ മഹത്വം അല്ലേ. നമ്മുടെ കൈകളിൽ നിന്നും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകളൊക്കെ പുറത്തു പോകുന്നുണ്ട്. ശക്തി നമ്മുടെ ഉള്ളിൽ രാത്രി കിടക്കുമ്പോൾ സമാഹരിക്കുന്നുണ്ട്, രാവിലെ ഉണരുമ്പം അതെല്ലാം പുറത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ രാവിലെ എണീറ്റുകൊണ്ട് ചിന്മുദ്രയിലിരിക്കുകയാണെങ്കിൽ നമ്മുടെ ശക്തിയെ, നമുക്ക് ശരീരശക്തിയെ ഉള്ളിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുവരാൻ സാധിക്കും. അതും നിവർന്നിരുന്നു കൊണ്ട്. അതിനാണ് ധ്യാനമൊക്കെ നിവർന്നിരുന്നു കൊണ്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഈവൻ നിങ്ങൾ ആധ്യാത്മികമായി ചിന്തിക്കേണ്ട, ഭൗതികമായി ചിന്തിച്ചാൽ തന്നെ നമ്മൾ നിവർന്നിരുന്ന് പഠിക്കുമ്പോണ്ടല്ലോ അതിനൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ നട്ടെല്ലൊക്കെ നിവർത്തി, കഴുത്തൊക്കെ നിവർത്തി ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്നത്തെ ഭൗതിക ലോകത്തിൽ തന്നെ കോൺഫിഡൻസിന്റെ ലക്ഷണമായിട്ടാണ് നട്ടെല്ല് നിവർത്തല്, ശക്തിയുടെ വിശേഷണമായിട്ടാണ് നട്ടെല്ല് നിവർത്തല്. അതുകൊണ്ടാണല്ലോ ചിലപ്പോൾ ചോദിക്കുക, ഒരു കാര്യത്തെ നേരിടാനുള്ള കഴിവില്ലെങ്കിൽ എന്താ ചോദിക്കുക? നിനക്കൊന്ന് നട്ടെല്ലിടാന്നോ ചോദിക്കുക. ആ നട്ടെല്ലിന്റെ ലക്ഷണം അതാണത്. ഭൗതിക ലോകത്തിൽ പോലും ഭഗവാന്റെ ഭാഷയിൽ പറഞ്ഞാൽ സമഗ്രീവ ശിരോകായം, ഈ ശരീരത്തെ ഉണ്ടല്ലോ നട്ടെല്ലൊക്കെ നിവർത്തി ഇരിക്കണം. നട്ടെല്ലിന്റെ അകത്ത് രണ്ടു തരം നാഡികളുണ്ട് എന്നാണ്, ഇടയെന്നും പിങ്കളയെന്നും. അതിന്റെ ഉള്ളിലൊരു കൊഴുത്ത പദാർത്ഥവുമുണ്ട്. അത് ബന്ധിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഭ്രൂമധ്യത്തിലാണ്. അതിനെ സുഷുപ്നാണ് അടിയെന്ന് പറയും. അപ്പൊ നമ്മൾ നിവർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ താഴെ ഭാഗത്തു നിന്നും ഊർജം മേലോട്ട് കുതിക്കും. ഭൗതിക ലോകത്തിന്റെ വീക്ഷണത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ലോകവീക്ഷണത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ, ഏതൊരു വസ്തുവിന്റെയും ഉള്ളിൽ ഒരു നെഗറ്റീവ് എനർജിയും ഒരു പോസിറ്റീവ് എനർജിയും ഉണ്ടാവും. നെഗറ്റീവ് എനർജി എപ്പോഴും താഴെയും പോസിറ്റീവ് എപ്പോഴും മുകളിലുമായിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിലും താഴെ ഒരു നെഗറ്റീവ് എനർജിയും മുകളിലൊരു പോസിറ്റീവ് എനർജി. ഇപ്പൊ ബാറ്ററി ഒക്കെ വെക്കുമ്പോൾ നമുക്കറിയാം, പോസിറ്റീവ് എനർജിയുടെ പോൾ എപ്പോഴും ഉയർന്നിരിക്കും, നെഗറ്റീവ് എനർജിയുടെ പോൾ എപ്പോഴും ഭാഗം എപ്പോഴും താഴ്ന്നിരിക്കും. നിങ്ങൾ ബാറ്ററി എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും ഇത്. അപ്പൊ നിവർന്നിരിക്കും തോറും നെഗറ്റീവ് എനർജിയെ നമുക്ക് എന്താക്കി മാറ്റാം? പോസിറ്റീവ് എനർജിയാക്കി മാറ്റാം. അപ്പൊ ശരീരം, അതിന്റെ ശക്തി നമുക്ക് കാണിച്ചു തരണമെങ്കിൽ നാം ഒരു ഭാഗത്ത് ഇരുന്ന് പരിശീലിക്കണം. അതിനാണ് ചമ്രം പടിഞ്ഞ് ഇരിക്കാനൊക്കെ പറയുന്നത്. ഇതിന്റെയൊക്കെ പിന്നിൽ സയൻസാണ്, പൂർണ്ണ സയൻസാണ്. നമ്മൾ ഈ കാലിങ്ങനെ ഒരു മാത്തമാറ്റിക്സിൽ ട്രയാങ്കിളാക്കി ഇരുത്തുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ എനർജിയെ നമ്മൾ ഫോക്കസ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ നിവർന്നിരിക്കുമ്പോൾ നമ്മുടെ നെഗറ്റീവ് എനർജി എല്ലാം പോസിറ്റീവാക്കി മാറ്റപ്പെടണം. അതുകൊണ്ട് എപ്പോഴൊക്കെ നമ്മൾ നാമം ചൊല്ലുന്നുണ്ടോ അപ്പോഴൊക്കെ എന്ത് ചെയ്യണം? നിവർന്നിരിക്കണം എന്ന് പറയും. ഇനി രണ്ടാമത്തതാണ് പ്രാണശക്തി എന്ന് പറയുന്നത്. പ്രാണശക്തി എന്ന് പറഞ്ഞാൽ ശ്വാസത്തിന്റെ ശക്തി. അതിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ശരീരശക്തിയോട് സമന്വയിപ്പിക്കണം. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ശ്വാസം വരുന്നുണ്ട്, ശ്വാസം പോകുന്നുണ്ടെങ്കിലും ആ ശ്വാസം വേണ്ട വിധത്തിൽ ശരീരത്തിന് എത്തുന്നില്ല എന്നാ പറയുന്നത്. നമ്മൾ ഈ ബ്രീത്തിന്റെ സ്പീഡ് കൂടുന്തോറും ശരീരത്തിൽ കോടാനുകോടി സെല്ലുകൾക്ക് വേണ്ട ഓക്സിജൻ അതുകൊണ്ട് തരാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്ത് വേണം? പ്രാണായാമം അനുഷ്ഠിക്കണം എന്ന് പറയും. പ്രാണായാമം എന്ന് പറഞ്ഞാൽ കൂടുതൽ ശ്വാസത്തെ എടുക്കാനും ഉള്ളിലുള്ള അനാവശ്യമായ ശ്വാസത്തെ മുഴുവൻ പുറത്തേക്ക് കളയാനും.
അങ്ങനെ ശ്വാസം കൂടുതൽ എടുക്കും തോറും നമ്മുടെ സെല്ലുകളെല്ലാം ആക്ടിവേറ്റായി ഉണർന്നു കഴിഞ്ഞു. അപ്പൊ അതിനാണ് രാവിലെ എണീറ്റിട്ട് പ്രാണായാമം ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പൂജ ചെയ്യുന്ന സമയത്ത് പൂജയ്ക്ക് മുമ്പ് പ്രാണായാമം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ശ്വാസം വലിക്കുന്നത് ഇടയെയും പിങ്കളയെയും ശുദ്ധീകരിച്ച് ശരീരം മുഴുവൻ ഓക്സിജൻ എത്തിക്കാനാണ് ഈ പ്രാണായാമം. ഇനി നിങ്ങൾക്ക് അങ്ങനെ പ്രാണായാമം ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ 3 പ്രാവശ്യം ഓങ്കാരമന്ത്രം ചൊല്ലിയാലും ശ്വാസം വേണ്ടത്ര ഉള്ളിലേക്കെത്തും, പ്രാണവായു വേണ്ടത്ര ഉള്ളിലേക്കെത്തും. ക്രമേണ നമ്മുടെ ശരീരത്തിന് ശക്തി വർദ്ധിക്കുന്നവരെയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആചാര്യന്മാര് പ്രാണായാമമൊക്കെ കണ്ടെത്തിയത്. നമ്മൾ രാവിലെയൊക്കെ കുട്ടികളെ ഉണ്ടല്ലോ കുറച്ചു നേരത്തൊക്കെ അഭ്യസിക്കണം. വെറുതെ അമ്പലത്തിൽ പോയി തൊഴുതത് കൊണ്ടൊന്നും വരാൻ പോകുന്നില്ല. കുറച്ചു നേരം നിവർന്നിരുന്ന് പ്രാണായാമം. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ ആർട്ട് ഓഫ് ലിവിംഗ് ഒക്കെ വളരെയധികം പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ക്രിയേറ്റീവ് പവറിനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇത് പണ്ടുള്ളവർ കണ്ടെത്തിയ കാര്യങ്ങളാണ്. 3ാമത്തതാണ് മനോബലം എന്ന് പറയുന്നത്, മനസ്സിന്റെ ഫലം. അതെങ്ങനെയാ വർദ്ധിപ്പിക്കുക? അതിനാണ് നമ്മൾ മനസ്സിനെ ഏതെങ്കിലും ഒരു ചിന്തയിൽ കുരുക്കിയിടുക. അപ്പൊ മനസ്സിന്റെ ബലം വർദ്ധിക്കും. അതിനാണ് രാമനാമം ജപിക്കേണ്ടത്. അപ്പൊ മനസ്സിനെ കൊണ്ട് രാമനാമം ജപിപ്പിക്കണം. ഇനി ബുദ്ധിയെ കൊണ്ടോ ആ രാമൻ എന്റെ ആത്മാവാണെന്നുള്ള ബോധമുറപ്പിച്ചു വയ്ക്കുക. ഇപ്പൊ രാമൻ ആത്മാവാണെന്ന് ബുദ്ധി കൊണ്ടും മനസ്സ് രാമനാമം ജപിച്ചുകൊണ്ടും അതിനനുസരിച്ച് പ്രാണായാമം ചെയ്തുകൊണ്ടും ശരീരത്തെ ഒരു ഭാഗത്ത് ഇരുത്തിക്കൊണ്ടും നാം ക്രമേണ അഭ്യസിക്കുകയാണെങ്കിൽ ശരീരവും പ്രാണനും മനസ്സും ബുദ്ധിയും തമ്മിൽ ഒരു ഐക്യമുണ്ടാവും. അതിന്റെ ഐക്യം വന്നു കഴിഞ്ഞാൽ ശക്തി വർദ്ധിക്കും. ഒരു ഉദാഹരണത്തിന് ചെമ്പുകമ്പി അങ്ങനെ തന്നെ വെച്ചു കഴിഞ്ഞാൽ അതിനൊരു ഫലവുമില്ല. നേരെ മറിച്ച് ചെമ്പുകമ്പി നമ്മൾ വൈൻഡ് ചെയ്ത് അതിലൂടെ ഇലക്ട്രിക് പവർ കടത്തിവിട്ടാൽ അതിനൊരു വിമാനത്തെ പോലും പിടിച്ചു പൊക്കാനുള്ള കഴിവുണ്ട്. 500-600 ആളുകൾ ഇരിക്കുന്ന വിമാനമൊക്കെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അതിനൊക്കെ പിടിച്ചു പൊക്കുന്നത് മോട്ടോറുകളാണ് അല്ലേ? താഴെയുള്ള വെള്ളം മുകളിലേക്ക് എത്തിക്കുന്നതും നാം ഇരിക്കുന്ന സമയത്ത് ഈ ഫാനുകൾ കറക്കുന്നതും എല്ലാം ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? മോട്ടോറുകളാണ്. അതിന്റെ പിന്നിൽ കോയിലുകളാണ്. അപ്പൊ ഒരു സിങ്ക്രണൈസേഷൻ ചെയ്യും തോറും നമ്മുടെ മനസ്സിനെയും പ്രാണവായുവിനെയും ശരീരത്തെയും ബുദ്ധിയെയും നമ്മളിങ്ങനെ നിരന്തരം കോയിലാക്കും തോറും നമ്മുടെ ശക്തിയും വർദ്ധിച്ച് വരണം. സാധന ചെയ്യാതെ ശക്തി വർദ്ധിപ്പിക്കാൻ സാധ്യമല്ല. ഇന്നത്തെ ആളുകളുണ്ടല്ലോ നശിപ്പിച്ചു കളഞ്ഞു. അമ്പലത്തിൽ പോയി തൊഴുത് ദൈവം നോക്കുന്നു പറഞ്ഞൊരു പൊട്ടത്തരവും പറഞ്ഞ് ഒരു വഴിപാടും ചെയ്ത് ഒരു ഫൂളിഷ് ഭക്തിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് എല്ലാം അങ്ങനെ ഒരു ദൈവം നോക്കുമെന്നൊരു ധാരണയിൽ വിവേകമില്ലാതെ പോകുന്നവരാണ് ഭൂരിപക്ഷ ആളുകൾ. നിങ്ങൾ ശാസ്ത്രം പഠിക്കും തോറും നിങ്ങൾക്ക് മനസ്സിലാവും, വിഗ്രഹങ്ങളെയൊക്കെ ഈശ്വരനാക്കി വെച്ചത് പൂജിക്കാനല്ല, അതിനെ ധ്യാനിക്കാനാണ്, ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഉപാസിക്കാനാണ്. അവിടെ ദൈവമുണ്ടെന്ന് പറയാനല്ല. നമ്മളിൽ ഉള്ള ദൈവീക ബലത്തെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് തിരിച്ചറിയാത്തോടത്തോളം കാലം നാം അമ്പലങ്ങളിൽ പോയാലും തളരേണ്ടടുത്തൊക്കെ തളർന്നിരിക്കും. നേരെ മറിച്ച് ഇതൊക്കെ നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ബലം കൂടുന്തോറും ശക്തി കൂടുന്തോറും നമ്മളെ അങ്ങനെയൊന്നും തളർത്താൻ സാധ്യമല്ല. അനുഭവങ്ങളല്ല നമ്മളെ തളർത്തുന്നത്, ശക്തിയില്ലായ്മയാണ് തളർത്തുന്നത്. അല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. നിങ്ങൾ അമ്പലത്തിൽ പോകുന്നു എന്ന് വിചാരിക്കുക, ദീപാരാധനയൊക്കെ കാണാൻ, വൈകുന്നേരത്തെ ദീപാരാധന. അങ്ങനെ നിങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ വഴിയിൽ, ഒറ്റയ്ക്ക്. പെട്ടെന്ന് സ്ട്രീറ്റ് ലൈറ്റ് പോകണം. ഒരാളെ നല്ല ലഹരിയിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്, നിങ്ങളുടെ നേരെ നടന്നു വരുന്നുണ്ട്. ഒരു നിമിഷം അയാളെ കാണുമ്പോൾ എന്തുണ്ടാവും? പേടിയുണ്ടാവും അല്ലേ? കുറഞ്ഞൊരു പേടി നമ്മുടെ ഉള്ളിലേക്ക് വരും.
അയാളൊന്ന് കണ്ണൊക്കെ അങ്ങനെ ചുവന്നിരിക്കുന്നുണ്ട്. അയാളുടെ നല്ല തടിയനും, ആരുമില്ല ആ സമയത്ത് സ്ട്രീറ്റിൽ നിൽക്കുക. നിങ്ങൾ ചുറ്റും നോക്കി ആരെങ്കിലും ഉണ്ടോ എന്ന്. അയാൾ നിങ്ങളുടെ കഴുത്തിലേക്ക് ഒരു നോട്ടൊക്കെ നോക്കിയാലോ, ചിലരിവരെ നോക്കേണ്ട ആവശ്യമില്ല, അതിന്റെ മുമ്പേ ഇതാ കിടക്കണമെന്ന് പറഞ്ഞിട്ട് കിടന്നിട്ടുണ്ടാവും. അപ്പൊ അയാള് നമ്മളെ തളർത്താൻ എന്താ കാരണം, അല്ലെങ്കിൽ നമ്മൾ തളരാൻ എന്താ കാരണം? അയാൾ നമ്മളെ വല്ലതും ചെയ്യൂ എന്നുള്ളൊരു പേടി അല്ലേ? അതുകൊണ്ടാണോ തളർന്നത്? അല്ല എന്ന് പറയണം. ഇപ്പൊ നിങ്ങളുടെ സ്ഥാനത്ത് പണ്ടത്തെ ചീഫ് മിനിസ്റ്റർ ജയലളിതയായിരുന്നു പോയിരുന്നെങ്കിലോ അവർ തളരുന്ന പ്രശ്നമേ ഉണ്ടാവില്ല. കാരണം അവർക്ക് അയാളെക്കാളും നല്ല ബലമുണ്ട് എന്നുള്ളൊരു ഉറപ്പുണ്ട് അവർക്ക്, അല്ലേ? അയാളല്ല നമ്മളെ തളർത്തിയത് എനിക്ക് അയാളെ നേരിടാനുള്ള ബലമില്ല, ശക്തിയില്ല എന്ന് നമ്മൾ നേരത്തെ അങ്ങോട്ട് നിശ്ചയിച്ചു വെച്ചു. അതെങ്ങനെ നിശ്ചയിച്ചത്? കാരണം ഇത്രയും കാലത്തെ ജീവിതം കൊണ്ടുണ്ടാക്കിയ അനുഭവം അതാണ്. നേരെ മറിച്ച് നമ്മുടെ ഉള്ളില് അയാളെ നേരിടാനുള്ള ഒരു ഫലം നമുക്കുണ്ട് എന്നങ്ങോട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പരാജയപ്പെടുത്താൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല. ഇതാണ് സത്യം. പലപ്പോഴും നമ്മൾ തിരിച്ചറിയില്ല. നമ്മൾ ലോകമാണ് നമ്മളെ തോൽപ്പിക്കുന്നത് എന്നാണ് ധരിച്ചിരിക്കുന്നത്. ലോകമല്ല തോൽപ്പിക്കുന്നത്, ശക്തിയില്ലായ്മയാണ്, ബലമില്ലായ്മയാണ് തോൽപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ലോകത്തെ നേരെയാക്കാനല്ല ശ്രമിക്കേണ്ടത്. നമ്മളിലെ ബലം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, ശക്തി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഏത് പ്രശ്നത്തെയും നമുക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കും. ശരിയല്ലേ? കുട്ടിക്കാലം മുതലേ ഇതല്ല പഠിക്കുന്നത്. എന്താ പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചോളൂ, ഒക്കെ ദൈവം നടത്തിത്തരുമെന്ന്. അപ്പൊ ദൈവത്തിനെ നമ്മൾ ഏജന്റാക്കി വെച്ചിരിക്കുകയാണ്. ഭഗവാനെ പരീക്ഷ പാസ്സാക്കി തരണേ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ പരീക്ഷ ആര് പാസ്സാക്കി തരണം? ദൈവം പാസ്സാക്കി തരണം. അതാണെങ്കിൽ ആ സീസണിലാണ് ഗണപതിക്ക് ഏറ്റവും കൂടുതൽ തേങ്ങ മുട്ടുക. കാരണം പേപ്പർ അയാളുടെ കയ്യിലായിരിക്കുന്നത്. അത് കഴിഞ്ഞ് കല്യാണം ആര് നടത്തി തരണം? ഗുരുവായൂരപ്പ മകളുടെ കല്യാണം നടത്തി തരണേ. ഭഗവാൻ ചോദിക്കും, ഞാനെന്താ ബ്രോക്കറിന്റെ പണിയാ ചെയ്യുന്നത്? പിന്നെ മകള് പ്രസവിച്ചിട്ടില്ലെങ്കിൽ അതാര് നടത്തി തരണം? ഗുരുവായൂരപ്പൻ നടത്തി തരണം. ഭഗവാൻ ചോദിക്കും, ഞാനെന്താ ഗൈനക്കോളജിസ്റ്റോ? ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥിക്കാനും അത് നടത്തിത്തരുന്ന ഒരു ഏജന്റായിട്ടാണ് നമ്മൾ ആരെ കാണുന്നത്? ദൈവത്തെ കാണുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ദുർബലരായതെന്ന് പറയണം. നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചു പോയതെങ്കിൽ എന്തു വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും അതിനെ ഞാൻ നേരിടണം, അതിനെ ഞാൻ തയ്യാറാവണം. അങ്ങനെ ഏത് പ്രശ്നങ്ങളെയും നേരിടാനുള്ള ശക്തി വർദ്ധിപ്പിക്കാനാണ് ഉപാസന എന്ന് പറയുന്നത്. ഇപ്പൊ ശരീരം, പ്രാണൻ, മനസ്സ്, ബുദ്ധി, ഇതിനെയെല്ലാം സിങ്ക്രണൈസ് ചെയ്യുന്ന, ഇതിനെയെല്ലാം ഏകീഭവിപ്പിക്കുന്ന, ഇതിനെയെല്ലാം താളത്തിലാക്കുന്ന, ഓർഡറിലാക്കുന്ന, ഒരു ചിട്ടയിലാക്കുന്ന, വൈൻഡ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഉപാസന. നമ്മൾ ദിവസവും രാവിലെ അരമണിക്കൂർ നേരം, വൈകുന്നേരവും അരമണിക്കൂർ നേരം ചിട്ടയോടുകൂടി ചെയ്തു കഴിഞ്ഞാലല്ലോ നമ്മളിലെ ഫലം വർദ്ധിക്കും. അത് പ്രത്യേകിച്ച് 2 സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. ഒന്ന് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലും, രണ്ടാമത്തത് വൈകുന്നേരത്തെ സന്ധ്യാസമയത്തും. അതിന് ചില ശാസ്ത്രീയത ഉണ്ട്, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം നിങ്ങൾക്ക്. രാവിലത്തെ 3 സന്ധ്യകളുണ്ട്, അത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ നിങ്ങൾ. ഒന്ന് രാവിലെ ഇരുട്ട് പോയി പ്രകാശം വരുന്ന അരുണ കിരണങ്ങൾ ഭൂമിയിൽ പതിയുന്ന സമയത്ത്, ഇരുട്ട് പോയി പ്രകാശം വരുന്ന, ഇരുട്ടും പ്രകാശവും ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ഒരു സന്ധ്യ എന്ന് പറയാം. അതിനെ ബ്രഹ്മമുഹൂർത്തം എന്ന് നമ്മൾ പറയും. രണ്ടാമത്തത് മധ്യാഹ്ന സന്ധ്യ. ഉച്ചസ്ഥനായ സൂര്യൻ ഇരുട്ടിലേക്ക് അങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ട് ഒരു മറുഭാഗത്തേക്ക് കടക്കുന്ന സമയത്ത് മധ്യാഹ്ന സന്ധ്യ പറയും. വൈകുന്നേരത്തെ സായം സന്ധ്യ, സൂര്യകിരണങ്ങൾ പോയി ഇരുട്ട് ചേരുന്ന സമയം. ഈ സമയങ്ങളിൽ പ്രധാനമായിട്ട് ഉച്ച നമുക്ക് വിട്ടേക്കാം. പണ്ട് 3 നേരവും ആളുകൾ സന്ധ്യാവന്ദനം കഴിച്ചിരുന്നു അത്രേ, പഴയ കാലത്ത്. ഇപ്പോഴൊക്കെ പോയി നമുക്ക്. ഇനി നമുക്കൊട്ട് സാധ്യമല്ല, കാരണം തിരക്കും ബഹളവും ഒക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞു ജീവിതം. 2 നേരമെങ്കിലും നമ്മൾ പിടിച്ചുകൊള്ളണം. ഒന്ന് ബ്രഹ്മമുഹൂർത്തത്തിലും, 2 സായം സന്ധ്യയിലും. എന്താ ബ്രഹ്മമുഹൂർത്തത്തിന്റെ പ്രത്യേകത?
നാം ഉറക്കം കഴിഞ്ഞ് ഉണരുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റങ്ങളിലുണ്ടല്ലോ സരസ്വതീ നാഡി എന്ന് പറഞ്ഞിട്ടൊരു നാഡിയുണ്ട്, ഓർമ്മശക്തിയുടെ നാഡി. അത് ഉണരുന്ന സമയമാണ് സരസ്വതി യാമമായിരിക്കുന്ന ബ്രഹ്മമുഹൂർത്തം. അത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നാം മറന്നുപോയ കാര്യങ്ങളൊക്കെ മിക്കവാറും രാവിലെ നമ്മുടെ ഓർമ്മയിൽ വരുന്നത് ആ നാഡിയുടെ പ്രവർത്തനം കൊണ്ടാണ്. ആ സമയത്ത് നാം ധ്യാനം അഭ്യസിക്കുകയാണെങ്കിൽ അന്തരീക്ഷത്തിൽ ഓക്സിജൻ കൂടുതലുള്ള സമയമാണത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഓരോ സെല്ലുകൾക്കും വേണ്ടത് ഓക്സിജനാണ്. അപ്പൊ ബുദ്ധി ഉണർന്ന് കൂടുതൽ പ്രാണായാമം ചെയ്ത് നാം ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും, ഇനി മനസ്സിനും ഒരു പ്രത്യേകത ഉണ്ട്. രാവിലെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ അധികമില്ലാത്തൊരു സമയമാണ്. അപ്പൊ എളുപ്പം നാമം ചൊല്ലിക്കാൻ മനസ്സിനെ കൊണ്ട് നമുക്ക് നാം വിചാരിച്ച കാര്യം ചെയ്യിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ പ്രതിരോധിക്കാനുള്ള എൻസൈമുകൾ ഉണ്ടാക്കപ്പെടുന്നുണ്ട്, ഇമ്മ്യൂൺ പവർ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. അത് വർദ്ധിപ്പിക്കണമെങ്കിൽ രാവിലെ നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ സാധന ചെയ്തേ പറ്റുള്ളൂ പറയാണ്. രോഗങ്ങളല്ല നമ്മളെ തളർത്തുന്നത്, രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവില്ലായ്മയാണ്. ഒരേ രോഗം വന്ന പല ആളുകളെ നിങ്ങൾ നോക്കൂ, അവർക്കൊക്കെ മരുന്ന് കൊടുത്താലും ഒരേ സമയം ക്യൂർ ചെയ്തോളണമെന്നില്ല. ചിലവർക്ക് അത്ഭുതകരമായി പെട്ടെന്ന് ക്യൂർ ചെയ്യും, ചിലർക്ക് കുറേ സമയമെടുക്കും. നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ ഇമ്മ്യൂൺ പവർ കൂടും തോറും അവർക്ക് പ്രതിരോധ ശക്തി വളരെയധികം കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞാലല്ലോ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ വേൾഡായിട്ട് പരിചയം വേണം, എന്നാലിത് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ലോകത്തിൽ ജീവിച്ച സാധ്യമല്ലത്. എനിക്കൊരു അനുഭവം ഉള്ളത്, എൻ്റെ കൂടെ ഒരു 4 വർഷം മുമ്പ് ഞാൻ എല്ലാ വർഷവും ഇവിടെ ബദരീനാഥിലൊക്കെ പോകുന്ന സമയത്ത് ഒരു സ്ത്രീ എൻ്റെ കൂടെ വന്നു. അവര് SBIയിൽ മാനേജരാണ്. അവരുടെ യൂട്രസ് ഓപ്പറേഷൻ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് അവരെൻ്റെ കൂടെ യാത്രയ്ക്ക് വന്നു. അവർ ഡോക്ടർ പോലും സമ്മതിച്ചില്ല. ഡോക്ടർ പറഞ്ഞു, യു ആർ ടേക്കിംഗ് എ റിസ്ക്, ഞാൻ പറഞ്ഞേക്കാം എൻ്റെ കയ്യിലല്ല കാര്യങ്ങൾ, നിങ്ങൾ റിസ്ക് എടുക്കുന്നത്, നിങ്ങൾ അത്ര യാത്ര ചെയ്യരുതെന്ന്. അവർ പറഞ്ഞു, മരിച്ചാലും ഞാൻ പോകും ഡോക്ടറെ എന്ന്. കാരണം അവർ നല്ല സാധനമുള്ള ഒരു സ്ത്രീയായിരുന്നു. നേരത്തെ തന്നെ ചിട്ടപ്പെടുത്തിയൊരു ജീവിതത്തിലാണ് അവർ ജീവിക്കുന്നത്. ഒരു കുഴപ്പമുണ്ടായില്ല എന്ന് മാത്രമല്ല, അവര് കേദാർനാഥിലൊക്കെ നടന്നു കയറി എൻ്റെ കൂടെ 14 കിലോമീറ്റർ സ്ട്രെച്ചിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ലത്. അപ്പൊ അങ്ങനെയൊക്കെ സാധിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂൺ പവർ കൂടുതലുള്ള വ്യക്തികൾക്ക് സാധിക്കും, എല്ലാവർക്കും സാധ്യമല്ലത്. അപ്പൊ നമ്മളങ്ങനെ ഒരു ചിട്ടയിൽ ജീവിക്കാൻ തുടങ്ങിയാലല്ലോ ഒരുവിധം രോഗങ്ങളെന്നും പരിഹരിക്കാൻ നിങ്ങൾ മരുന്നൊന്നും കഴിക്കണ്ട. ആ രോഗങ്ങൾക്കൊക്കെയുള്ള പരിഹാരത്തിനുള്ള മരുന്ന് നമ്മളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു ഗവേഷണം പറയുന്നത്, രാവിലെ ഇങ്ങനൊരു ചിട്ടയിൽ ജീവിക്കുന്നവർക്ക് ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യതകൾ കുറവാണെന്നാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് മദ്രാസിൽ എനിക്ക് തോന്നുന്നു ഡോക്ടർ ബാലമുരളീകൃഷ്ണൻ ഉണ്ടല്ലോ, അദ്ദേഹം ഒരു ഹോസ്പിറ്റൽ ഇവിടെ നടത്താൻ പോകുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങൾ, സംഗീതം കൊണ്ട് മനുഷ്യന്റെ ഹാർട്ടിന്റെ താളം ശരിയാക്കാൻ സാധിക്കും, രാവിലെ എണീറ്റുകൊണ്ട് മനസ്സിനെ ഒന്ന് സിൻക്രണൈസ് ചെയ്ത് കഴിഞ്ഞാലെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് കുട്ടികളെയൊക്കെ ശരിക്കും കുട്ടിക്കാലത്തെ പരിശീലിപ്പിക്കണം. അമ്പലത്തിൽ പോയി തൊഴുത് ഓടരുതെന്ന് പറയാണ്. ഒരു ഭാഗത്തിരുന്ന് പ്രാണായാമം ചെയ്തുകൊണ്ട് കുറെ നേരം ശ്വാസത്തെ എടുക്കുകയും ശ്വാസത്തെ പുറത്തുവിടുകയും എന്നിട്ട് മനസ്സിനെ ഒരു നാമസ്മരണയിൽ കുറെ നേരം ഇരുത്തിക്കൊണ്ട് അങ്ങനെ ആ നാമം കൊണ്ട് ചൊല്ലുന്ന ഭഗവാൻ ചൈതന്യ രൂപത്തിൽ എന്നിലിരിക്കുന്നു എന്ന ബോധത്തോടെ നാമസ്മരണ ചെയ്യുകയാണെങ്കിൽ മനോബലം കൂടും, പ്രതിരോധ ശക്തി കൂടും, ബുദ്ധിശക്തി വർദ്ധിക്കും. ഇത് നമ്മുടെ പൂർവികർ കണ്ടെത്തിയത് കൊണ്ട് പറഞ്ഞു, ബ്രഹ്മമുഹൂർത്തത്തിൽ ധ്യാനം മസ്റ്റായി ചെയ്തുകൊള്ളണം. നാം പൂജിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ പോലുമുണ്ടല്ലോ, നിങ്ങളൊക്കെ ഗുരുവായൂരിൽ ചെന്ന് തൊഴുന്നൊരു കൃഷ്ണനില്ലേ, അതേ രാവിലെ എന്താ ചെയ്യുന്നത്? പട്ടിയെയും പിടിച്ചിട്ട് മോർണിംഗ് വാക്കിന് പോവുകയല്ലേ ചെയ്യുന്നത്, ജോഗിങ്ങിന് പോവുകയല്ല ചെയ്യുന്നത്, കുതിരയെ മേയ്ക്കാനല്ല അദ്ദേഹം പോകുന്നത്. അദ്ദേഹം രാവിലെ തന്നെ ചെയ്യുന്നത് ഭാഗവതത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ബ്രാഹ്മേ മുഹൂർത്തവുത്തായ വാരിപസ്പർശ്യമാധവ ധദ്യോ പ്രസന്നകരണം ആത്മാനം തമസപ്പര. നമ്മുടെ ഗുരുവായൂരപ്പൻ ബ്രാഹ്മേ മുഹൂർത്ത ഉത്തായ, സംസ്കൃതം മനസ്സിലാവില്ലേ? ബ്രാഹ്മ മുഹൂർത്തത്തിൽ
എണീറ്റുകൊണ്ട് ദദ്യോ ധ്യാനം ചെയ്യും. പ്രസന്നകരണം, തന്റെ കരണത്തെയൊക്കെ വേണ്ട വിധത്തിൽ പാകപ്പെടുത്തിക്കൊണ്ട് ധ്യാനം അഭ്യസിക്കുന്നതാണ്. ഇപ്പൊ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് ധ്യാനം അഭ്യസിക്കുന്ന ഒരു കൃഷ്ണന്റെ മുന്നിൽ നമ്മൾ പോയി തൊഴുതാൽ ആ കൃഷ്ണൻ എന്താ നമ്മളോട് പറയാ? ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കുറച്ച് ധ്യാനം ചെയ്യൂ എന്ന് പറയും. നമ്മൾ പറയും ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ എണീക്കാറുണ്ട്, പക്ഷെ ധ്യാനം ചെയ്യാറില്ല, മൂത്രമൊഴിച്ച് രണ്ടാമത് പോയി കിടക്കാറുണ്ട് എന്ന്. ഞാൻ കളിയാക്കല്ല, നല്ലൊരു ശതമാനതാണ്. എല്ലാവരും ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ എണീക്കുന്നുണ്ട്, പക്ഷേ കളയാനുള്ളതൊക്കെ കളഞ്ഞ് ഉത്തിഷ്ട 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 തന്നെ നല്ലൊരു ജീവിതം അങ്ങനെ നശിപ്പിച്ച് എന്നിട്ട് അമ്പലങ്ങളിൽ ചെന്ന് ഭഗവാനെ രോഗം മാറ്റണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനെ പോലെ വിഡ്ഢിത്തം ലോകത്തിൽ എന്താ ഉള്ളത്? രോഗങ്ങൾ മാറാൻ അമ്പലങ്ങളിലെ വഴിപാടുകളും ഉരുളി ഒഴിച്ചലും അമ്മിക്കുട്ടി ഒഴിച്ചലും തേങ്ങ ഒഴിഞ്ഞിടലും ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയൊക്കെ നിങ്ങളുടെ രോഗം മാറ്റിയെടുക്കാൻ പറ്റുന്നു? എങ്ങനെയാവോ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു അന്ധവിശ്വാസം നമ്മുടെ തലയിൽ കൂടുതൽ കയറിയിരിക്കുന്നത്? ഇതിനെക്കുറിച്ചൊരു ഗവേഷണങ്ങൾ നടത്തിയപ്പോൾ പറയുന്നത്, നിങ്ങളുടെ ശരീരത്തിലുണ്ടല്ലോ കുറച്ച് പച്ചവെള്ളം ഇഞ്ചക്ട് ചെയ്തിട്ട് നിങ്ങളോട് പറയുകയാണ് പോയിസൺ കുത്തിവെച്ചു പറഞ്ഞാൽ നിങ്ങൾ ബോധം കെട്ട് വീഴും. ഇങ്ങനെ നമ്മളുണ്ടല്ലോ ഒരു വശത്ത് അങ്ങനെ ഒരു ചിന്ത അങ്ങോട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇതുപോലെയാണ് ചിലർ തടി ഉറയ്ക്കാൻ വേണ്ടി ഡോക്ടർമാരെടുത്തു പോകുന്നത്. ഡോക്ടറോട് തടി ഇങ്ങനെ ഉറക്കിയാണ്. ഡോക്ടർ അതിനുള്ള ചിട്ടകളൊക്കെ പറഞ്ഞു കൊടുത്താലും ഒരാൾ ഡോക്ടറോട് ചോദിക്കാൻ എങ്ങനെയാ തടി ഉറക്കുകയാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ 2 ചപ്പാത്തിയും 2 ഗ്ലാസ് വെള്ളവും മാത്രം കുടിച്ചു കഴിഞ്ഞാൽ തടി കുറയുന്നു. എന്നിട്ട് ചില മരുന്നുകളൊക്കെ കൊടുത്തു തടി ഉറയ്ക്കാനുള്ളത്. 1.5 മണിക്കൂർ ഇയാൾ സമയമെടുത്തു ഡിസ്കസ് ചെയ്യാൻ ഈ കാര്യം. എന്നിട്ട് പോവാൻ നേരത്ത് അദ്ദേഹം ഡോക്ടറോട് ചോദിക്കുക, ഡോക്ടർ ചെറിയൊരു ഡൗട്ട് കൂടി ഉണ്ടെന്ന്, ചോദിച്ചോളൂ എന്ന്. അപ്പൊ അങ്ങ് പറഞ്ഞിരിക്കുന്ന ഈ ചപ്പാത്തിയും വെള്ളമൊക്കെ ഭക്ഷണത്തിന് ശേഷമാണോ ആദ്യമാണോ എന്ന്. അതായത് അയാളുടെ റെഗുലർ കോഴ്സ് അയാൾ കളയാൻ തയ്യാറില്ല. നിങ്ങൾക്ക് എവിടെയാ തടി കുറയ്ക്കാൻ പറ്റുന്നത്? ഇതുപോലെയാണ് മനുഷ്യൻ. ഇപ്പൊ നമ്മൾ ഒരു ചേഞ്ച് വരുത്താത്തിടത്തോളം കാലം നമ്മുടെ ശക്തികളൊന്നും വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല.